ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവത്സരാശംസകൾ. ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ഞായറാഴ്ച ദിവസം കാണുവാൻ സർവശക്തനായ ദൈവം നമ്മേവരെയും സഹായിച്ച അവിടുത്തെ അനന്തമായ കൃപയ്ക്ക് ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയുള്ള അധരങ്ങളോടെ ആയിരിക്കാം. നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്ത വലിയ പ്രവൃത്തിയെ ഇന്ന് പ്രഭാതത്തിലും ധ്യാനിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മേവരെയും അനുവദിക്കുന്നതോർത്ത് സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായിട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 54-ാമത്തെ വാക്യം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 22 വേർഡ്സ് 54. അവർ അവനെ പിടിച്ചു മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി, പത്രോസും അകലം വിട്ട് പിൻചെന്നു. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഈ പ്രഭാതത്തിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിസ്തരിക്കപ്പെടുന്ന തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം അവിടെ വായിക്കുന്നത് മഹാപുരോഹിതന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് വായിക്കുകയാണ്. യേശുവിനെ ഗത്സമന തോട്ടത്തിൽ വെച്ച് പടയാളികൾ വന്ന് പിടിച്ചു. പിന്നെ വിസ്തരിക്കുവാനായിട്ട് മാറി മാറി മഹാപുരോഹിതന്മാരുടെ മുമ്പിലും പിലാത്തോസിന്റെ മുമ്പിലും ഒക്കെയായിട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ മഹാപുരോഹിതന്റെ അടുക്കിലേക്ക് പോയപ്പോൾ യേശുവിൻ്റെ കൂടെ നടക്കുകയും ഒന്നാമനായി ഇരിക്കുകയും ചെയ്ത ശിഷ്യനാണ് പത്രോസ് എന്ന് പറയുന്ന വ്യക്തിത്വം. ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഈ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പത്രോസും അകലം വിട്ട് പിൻചെന്നു എന്ന് വായിക്കുന്നു. വാസ്തവത്തിൽ 3.5 വർഷക്കാലത്തെ പരസ്യ ജീവിതത്തിൽ കർത്താവിനോട് ഏറ്റവും അടുത്ത് ചേർന്നിരിക്കുകയും എല്ലാ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലും സജീവമായിട്ട് മുന്നിൽ നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു പത്രോസ് എന്ന് പറയുന്നത്. പത്രോസിനെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞപ്പോൾ മീനെ പിടിക്കുന്ന ജോലി വിട്ടിട്ട് കർത്താവിനെ അനുഗമിച്ച വ്യക്തിയാണ്. പക്ഷേ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഒടുവിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രോസ് കർത്താവിനെ അകലം വിട്ട് പിൻചെല്ലുന്നതാണ്. പിന്നീട് താഴേക്ക് വരുമ്പോൾ വിവിധ നിലകളിൽ പത്രോസ് ഈ കർത്താവിനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി എന്ന് നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ ആ പ്രവൃത്തി വാസ്തവത്തിൽ നമ്മുടെ ഒരു പൂർവ്വകാല ചിത്രമാണ്. നാമും വാസ്തവത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അകന്നും ദൈവവുമായിട്ട് ബന്ധമില്ലാതെയും ജീവിച്ചവരായിരുന്നു. നാം ഏവരും അറിയുന്നത് പോലെ എഫേസ്യ ലേഖനത്തിൽ നമ്മെക്കുറിച്ച് വായിക്കുന്നത് നാം മുമ്പേ ദൂരസ്ഥരായിരുന്നു എന്നുള്ളതായിരുന്നു. ദൈവത്തിൽ നിന്ന് എങ്ങനെയും ദൂരേക്ക് അകന്നു പോകുവാൻ ആഗ്രഹിച്ചവരായിരുന്നു. അതിൻ്റെ കാരണം ലോകത്തിൻ്റെ ഇമ്പങ്ങളിലൂടെ സഞ്ചരിച്ച് പാപത്തിൻ്റെ വഴികളിലൂടെ നാം ഓരോരുത്തരും യാത്ര ചെയ്തവരായിരുന്നു. എന്നാൽ നോക്കുക, നാം ആരും ദൈവത്തെ തേടി ചെല്ലുകയായിരുന്നില്ല. നാം ഒരിക്കലും ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയായിരുന്നില്ല. വാസ്തവത്തിൽ പത്രോസ് അകലം വിട്ട് പിൻചെന്നു എന്ന് വരികിലും പിന്നീട് ആ പത്രോസിന്റെ അടുക്കിലേക്ക് കർത്താവ് വരുന്ന കാഴ്ചയാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തൻ്റെ പഴയ ജോലിയിലേക്ക് മടങ്ങിപ്പോയിരുന്ന ആ പത്രോസിനെ തേടി പത്രോസിന്റെ അടുക്കിലേക്ക് ചെന്ന് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ഓമന പേര് ചൊല്ലി വിളിച്ച് അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കർത്താവിൻ്റെ നിസ്തുല്യമായ സ്നേഹത്തെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ വാസ്തവത്തിൽ പത്രോസിന്റെ ആ സ്വഭാവം നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ചേർത്ത് വെച്ച് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ദൈവത്തെ വിട്ട് ദൂരേക്ക് പോയവരായിരുന്നു. നാം ദൂരസ്ഥരായിരുന്നു. ജാതികൾ എന്ന നിലയിൽ നമുക്കൊരിക്കലും ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരുമായിരുന്നു. അങ്ങനെ നാം ദൂരേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അന്യരും പരദേശികളുമായിട്ട് മാറിയ ആളുകളായിരുന്നു. എന്നാൽ പറയട്ടെ, നമ്മെ ഓരോരുത്തരെയും തേടി നമ്മുടെ അടുക്കലേക്ക് വന്ന ദൈവസ്നേഹം, അതാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നത്. ആ സ്നേഹമല്ലയോ നമ്മളെ മക്കളെ എന്ന് വിളിച്ചത്? ആ സ്നേഹമല്ലയോ മക്കൾ എന്നുള്ള പദവി നമുക്ക് തന്നത്? ആ സ്നേഹമല്ലയോ നമ്മെ മാറോട് ചേർത്തത്? ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിൻ്റെ നിസ്തുല്യമായ സ്നേഹമാണ്. ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നുവെങ്കിൽ ആ നിസ്തുല്യമായ സ്നേഹമാണ് ഇന്ന് പ്രഭാതത്തിൽ ഈ വർഷത്തിന്റെ ആരംഭ ഞായറാഴ്ച ദിവസവും ദൈവസന്നിധിയിലേക്ക് വരുവാൻ നമുക്കിടയായിട്ട് തീർന്നത്. ആ സ്നേഹത്തിന് മുമ്പാകെ ഇന്ന് പ്രഭാതത്തിൽ സകല മഹത്വവും നമുക്ക് അർപ്പിക്കാം. നമുക്ക് വേണ്ടി
നമ്മുടെ പാപത്തിനു വേണ്ടി കൽവറിയിലെ ക്രൂശിൽ മരിച്ചുവെങ്കിലും അടക്കപ്പെട്ട് മരണത്തെ വെന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ഉയരങ്ങളിൽ പിതാവിന്റെ മഹിമയുടെ വലത്ത് ഭാഗത്ത് വസിക്കുന്ന നമ്മുടെ കർത്താവിനെ സകല മഹത്വവും നമുക്ക് അർപ്പിക്കാം. നമ്മുടെ കർത്താവിലൂടെ പിതാവായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മെ ഇത്രത്തോളം യോഗ്യന്മാരാക്കി തീർത്ത, മക്കളാക്കി തീർത്ത ആ സ്നേഹത്തെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിച്ച് നന്ദിയോടെ ഈ പുതുവർഷത്തിന്റെ ആരംഭ ഞായറാഴ്ചയിൽ സകല മഹത്വവും കർത്താവിന് അർപ്പിക്കാം. അവിടുത്തെ പുണ്യനാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. സർവസമ്പന്നൻ നീ സാധുവായി, സർവേശ സ്വർഗീയ ഭാഗ്യമേകാൻ. സർവസമ്പന്നൻ നീ സാധുവായി, സർവേ